ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഒരുപാട് കാലമായി വീഡിയോ ഒക്കെ ഇട്ടിട്ടില്ലേ. അപ്പോൾ ഇങ്ങനെ ഫോണിന് കംപ്ലൈൻ്റ് ആയിരുന്നു. അത് തന്നെയാണ് വീഡിയോ ഒന്നും ഇടാതിരുന്നിരുന്നത് കേട്ടോ. അപ്പോൾ ചെറിയൊരു ഫോണൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വീഡിയോ ഇട്ടാന്ന് കരുതി അങ്ങനെ റിച്ചുക്കുട്ടൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിരുന്നു, തൈറോയിഡ്. അപ്പോൾ അത് 5 ദിവസം കഴിഞ്ഞിട്ടാണ് കിട്ടുകയെന്ന് പറഞ്ഞു. ഗവൺമെൻറ് ആശുപത്രിയിലാണ് കൊടുത്തിരുന്നത്. 5 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ 5ാമത്തെ ദിവസമാണെന്ന്. അങ്ങനെ ഞങ്ങൾ അത് വാങ്ങാൻ പോകുന്നപ്പോൾ ഇടയ്ക്കലെത്തിയപ്പോഴത്തേന് ഓന് വിശന്നു കേട്ടോ, റിച്ചുവിന്. അപ്പോൾ അവന് എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവിൽ മിൽക്കാണ് അവന് വേണ്ടത്. അങ്ങനെ ഉപ്പച്ചി ചായയും ഞങ്ങൾ രണ്ടാളും അവിൽ മിൽക്കും കുടിച്ചു കേട്ടോ. ഇവിടുന്ന് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇതൊരു ചില്ലാണ്. ചില്ലിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. നല്ല വെയിലാണ് പുറത്ത്. റിച്ചുക്കുട്ടൻ അങ്ങനെയാണ് കേട്ടോ. പുറത്തിറങ്ങി പോയാൽ ഓന് ഒറ്റയ്ക്ക് അങ്ങോട്ട് നടക്കും. ഓന് അങ്ങനെ ഒറ്റയ്ക്ക് ഒരാളും ഇല്ലാതെ ഇങ്ങനെ നടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കാണെങ്കിൽ അത് ഭയങ്കര പേടിയാണ്. അപ്പം ഉപ്പച്ചിക്ക് എന്തോ സാധനം വാങ്ങാണ്ട് എന്ന് പറഞ്ഞാണ്ട് ഇവിടെ നിൽക്കിയെന്ന് പറഞ്ഞാണ്ട് ഉപ്പച്ചി വാങ്ങാൻ പോയതാട്ടോ. അവിടെ ഭയങ്കര വെയിലാണ് കേട്ടോ പുറത്തേ. അപ്പോൾ ഗുൾബാറിൽ നിന്നൊക്കെ ഇറങ്ങി പിന്നെ റിച്ചുവിൻ്റെ ഉപ്പച്ചി വണ്ടിമ്മ കയറി പിന്നെ സ്റ്റാർട്ടാക്കാൻ നോക്കുമ്പോൾ അതിൻ്റെ കേബിള് പൊട്ടി, പെട്ടെന്ന് പൊട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ലൊരു പണി കിട്ടി. അപ്പം തന്നെ അവിടെ ഒരു വർക്ക് ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഗുൾബാറിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു വർക്ക് ഷോപ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ കൊണ്ടുപോയി നേരാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അതിന് കേബിളൊക്കെ നമ്മൾ അവിടെ അപ്പുറത്ത് തന്നെ ഒരു കട ഉണ്ട്, അവിടെ നിന്ന് വാങ്ങിക്കൊടുത്തു കേട്ടോ. സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കൊടുക്കണം. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകാനാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവിടുത്തെ ആൾ വേഗം അത് നേരാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ തന്നെ ഞങ്ങൾ വണ്ടി എടുത്തിട്ടോ നേരാക്കാൻ. അപ്പോൾ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കൊടുക്കണം കേട്ടോ. വർക്ക് ഷാപ്പ് ചെറിയൊരു വർക്ക് ഷാപ്പാണ്. ഏതായാലും കേടുന്നത് ആ വർക്ക് ഷാപ്പിൻ്റെ അടുത്ത് നിന്ന് തന്നെ ആയതുകൊണ്ട് അധികം ദൂരക്കൊന്നും പോകേണ്ടി വന്നില്ല കേട്ടോ. വർക്ക് ഷാപ്പുകാരൻ നന്നാക്കിയത് ശരിയാക്കണമെന്ന് നോക്കാൻ കേട്ടോ റിച്ചുക്കുട്ടനെ. അല്ലെങ്കിൽ തന്നെ വണ്ടിക്ക് എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് ഇങ്ങനെ ഓട്ടുമ്പോൾ എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോഴാണ് ഇതിൻ്റെ കേബിളിൻ്റെ ഇതുകൊണ്ടായിരിക്കുമെന്ന് മനസ്സിലായത്. പൊട്ടിയിട്ട് എന്തോ ആയതായിരുന്നു കേട്ടോ. അപ്പോൾ വണ്ടിയൊക്കെ ശരിയാക്കി കിട്ടി. ഇനി ഹോസ്പിറ്റലിൽ പോകാനുള്ള പുറപ്പാടിലാണ് ഞങ്ങൾ. ഒരുപാട് കാലമായി വീഡിയോ ഒക്കെ എടുത്തിട്ട്, അതുകൊണ്ട് തന്നെ
സൗണ്ട് കൊടുക്കുമ്പോഴൊക്കെ ഒരു ഇതുണ്ട്. എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ വീഡിയോയിൽ ഇടുന്നുണ്ട് കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. കുറച്ച് നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ റിച്ചുവിൻ്റെ കയ്യിലൊരു 10 ഉറുപ്പിക ഉണ്ടായി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുന്ന് ഒരു കുട മിഠായി വാങ്ങുന്നു പറഞ്ഞാൽ അപ്പം തന്നെ പോയി. കായ് തുളച്ച പ്ലാസ്റ്റിക് അവൻ അവിടെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാനത് പൊട്ടിയിട്ട് അപ്പുറത്തൊരു പ്ലാസ്റ്റിക്കൊക്കെ കടലാസൊക്കെ ഉള്ളൊരു സാധനം അത് അതിൽ കൊണ്ടുപോയി ഇട്ടിട്ട് ഞാൻ അങ്ങനെ വലിച്ചെറിയാൻ പാടില്ലല്ലോ. ഇതിൻ്റെ ഉള്ളിൽ വെള്ള ക്രീമായിട്ട് കാഴ്ച വരണേ. അപ്പോൾ വീഡിയോ എത്ര ഉള്ളൂ. അടുത്ത വീഡിയോ വരുമ്പോഴേക്കും ബൈ.